പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഉച്ചത്തിലേറ്റു ചൊല്ലാം. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ സഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടൽ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുവാൻ ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധിച്ചിടുന്നു പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർഗ്ഗലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രകൃതിയെ പ്രതിഷ്ഠിക്കുവാൻ ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമുക്ക് മൗനമായി നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹം വേണ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ നമുക്ക് എല്ലാവർക്കും സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ആരാധന. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയനോട് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിട്ട് എല്ലാ മക്കളെയും യേശുവേ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി മഹത്വം മഹത്വം ആരാധന ആരാധന യേശുവേ സ്തുതി ഹല്ലേലൂയ 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 യേശുവേ ആരാധന ഹല്ലേലൂയ 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 ആരാധന യേശുവേ സ്തുതി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ ആരാധന
ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള 2015 മുതൽ ലക്ഷക്കണക്കിന് മക്കളാണ് നാളിതുവരെ കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ളത്. ഒപ്പം തന്നെ ഓൺലൈനായി മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. ഒപ്പം തന്നെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ വഴി തങ്ങളുടെ നിരവധിയായ നൊമ്പരങ്ങൾ ഓരോ ദിവസവും മരിയൻ സന്നിധാനത്തിൽ ഇറക്കി വയ്ക്കുന്ന മക്കളുണ്ട്. ഓരോരുത്തരുടെയും വിവിധങ്ങളായ ജീവിത വിഷയങ്ങളെ ഈ സമയം ഞങ്ങൾ ഈ ആരാധനയോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, ഈ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി നീ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയാൽ സമയബന്ധിതമായി ഞങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന ഓരോ ജീവിത ദുരിതങ്ങളിലും ഇടപെട്ടുകൊണ്ട് ആ മക്കളെ ഓരോരുത്തരെയും സാക്ഷികളാക്കി ഈ അൾത്താറിൽ വന്ന് സാക്ഷ്യം പറയാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആ മക്കളെ എത്രയും വേഗം നിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഉച്ചത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം ഈശോനെ നോക്കിക്കൊണ്ട് തന്നെ ലോകസമാധാനത്തിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കണം. ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യരുടെ ഇടയിൽ കടന്നു വരുമ്പോഴും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുമ്പോഴും അഭിവാദനം ചെയ്ത് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ്. ശിഷ്യന്മാരെ അയക്കുമ്പോഴും സമാധാനത്തിൻ്റെ ദൂതനെക്കുറിച്ചുമൊക്കെ കർത്താവ് ആവർത്തിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ഈ വലിയ ഫലം സമാധാനമാണെന്നും നമുക്ക് വ്യക്തമായിട്ട് ഗ്രഹിച്ച് അറിയുകയും ചെയ്യാം. ഇന്ന് ഈ സമയം അശാന്തിയിലും വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ലോകസമാധാനത്തിനു വേണ്ടി ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ പൊതുധാരണയുണ്ടായി സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇടവരുത്തുവാൻ വേണ്ടി നമുക്കിപ്പോൾ മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് രാഷ്ട്രത്തലവന്മാരിലൂടെയും സമാധാനവും നീതിയും പുനഃസ്ഥാപിക്കുവാൻ അങ്ങയുടെ ശക്തമായ ഇടപെടലും അമ്മയുടെ വലിയ സാന്നിധ്യവും ആ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഉണ്ടാകുവാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ സ്തുതിക്കാം. അയച്ച് ഭൂമുഖത്തെ നവീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആരാധന
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധന മണിക്കൂറില് ഏറെ പ്രത്യേകമായിട്ട് നിന്റെ സ്വാന്തനം ആവശ്യമായിട്ടുള്ള മക്കളെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടികളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങള്, ജോലിയില്ലാതെ മാസങ്ങളോളം വിഷമിക്കുന്ന സഹോദരങ്ങള്, രോഗം എന്താണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങള്, ലഹരി വസ്തുക്കള് അടിപ്പെട്ടുകൊണ്ട് കുടുംബം തകർന്നിരിക്കുന്ന വ്യക്തികള്, പ്രണയക്കെണികളിൽ അകപ്പെട്ടു പോയിട്ടുള്ള യുവതി യുവാക്കള്, പരിശുദ്ധമേ ദൈവമാതാവേ, അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ അൾത്താരയിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്നാണല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളിപ്പോൾ പലവിധ ദുരന്ത അവസ്ഥകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മേ, നാളിതുവരെ കൃപാസന അൾത്താരയിൽ പറഞ്ഞിട്ടുള്ള സാക്ഷ്യങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നിന്റെ തിരുക്കുമാരനോട് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് ഈ ആരാധനാ സമയം ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്. ഏറെ പ്രത്യേകമായിട്ട് നിന്റെ ദൈവിക ഇടപെടൽ ഞങ്ങൾക്കിപ്പോൾ ആവശ്യമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും എത്രയും വേഗം ഈ അൾത്താരയിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയാനുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും ഈ ആരാധനയിലൂടെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങൾ എടുത്തിട്ടുള്ള ഉടമ്പടിയിൽ വന്നു പോയിട്ടുള്ള പോരായ്മകളെ ഞങ്ങൾ ഓർത്ത് ഞങ്ങളിപ്പോൾ അത് പരിഹരിക്കുമെന്ന് പ്രതിജ്ഞ എടുക്കുന്നു. ഈശോയെ, പലപ്പോഴും കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിലും ഞങ്ങൾ തന്നെ ഇറങ്ങി ഈശോയെ നിന്നെ അറിയിക്കുവാനുള്ള പ്രേക്ഷിത പത്രം വിതരണം ചെയ്യാനുമൊക്കെ ഞങ്ങൾ മടി കാണിച്ചു പോയിട്ടുണ്ട്. ഈശോയെ, ഞങ്ങൾക്ക് ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ, നിന്നെ മഹത്വപ്പെടുത്തി നിന്റെ പ്രവർത്തികൾ ചെയ്യാനുള്ളൂ എന്നുള്ള വലിയ ആന്തരിക ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. ഓരോ നിമിഷവും ഈശോയെ നിന്നെ മഹത്വപ്പെടുത്തി ജീവിച്ചുകൊണ്ട് ഞങ്ങളെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. നമ്മുടെ അടുത്ത പ്രാർത്ഥനാ നിയോഗം നമ്മുടെ അഖണ്ഡ ജപമാല റാലിയാണ്. ബഹുമാനയുടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഒരുപാട് പേര് വരുന്നത്. ഈ റാലി അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഇതിന് ശേഷം എത്രയോ പേരാണ് ഒരു തീരുമാനമെടുക്കുവാനും ജീവിതത്തിൽ വലിയ വലിയ ഗൗരവകരമായ എല്ലാ കാര്യങ്ങൾക്കും അവർ വെച്ചിരിക്കുന്ന വലിയൊരു സാധ്യതയും അനുതാപത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും നിമിഷങ്ങൾ എത്രയോ സാക്ഷ്യങ്ങളിലാണ് ഈ ജപമാല റാലി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളത്. റാലിയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്കിപ്പോൾ സമർപ്പിക്കാം. വിദൂരദേശങ്ങളിൽ നിന്ന് ഇതിനുവേണ്ടി മാത്രം വരുന്നവരുണ്ട്. ഈ ഒരു റാലിക്ക് ശേഷം ജീവിതത്തിനെ കുറിച്ച് ഞാനൊരു തീരുമാനമെടുക്കും, അത് അമ്മ എനിക്ക് വെളിപ്പെടുത്തി തരണമെന്ന് വാശി പിടിച്ച് ഒക്ടോബർ 28 എന്ന് പറയുന്ന ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുടെ സാക്ഷ്യങ്ങളിൽ നിന്നത് വ്യക്തവുമാണ്. ഈ റാലിയിൽ അമ്മ എന്നോട് പറയണം, അല്ലെങ്കിൽ എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയാതെ തന്നെ വളരെ പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടെ
കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി കുമ്പസാരിച്ചൊരുങ്ങി പങ്കെടുക്കുന്ന ഒരുപാട് പേരുണ്ട്. മക്കൾക്ക് വേണ്ടി നടക്കുന്ന അപ്പനും അമ്മമാരുണ്ട്. മക്കൾ വിളിച്ചാൽ വരില്ല, വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി വരുന്ന അമ്മമാരുടെ എല്ലാ നിയോഗവും അവരുടേതായിരിക്കത്തില്ല നമുക്ക് ഉറപ്പാണ്. കാരണം പലരും ജപമാല റാലിക്ക് വരുന്ന മക്കൾക്ക് വേണ്ടിയാണ്, മറ്റുള്ളവരുടെ നിയോഗത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഇവിടെ എത്തിച്ചേരുന്നവർ ഒരുപാട് പേരുണ്ട്. ഒരു പക്ഷേ ജപമാല റാലിയിലൂടെ വരാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിർബന്ധം മൂലം എത്തിച്ചേരുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇവരെ സഹായിക്കുവാനായിട്ട് കൊണ്ടെത്തുവാനായിട്ട് എത്തുന്ന വാഹന സൗകര്യം നൽകുവാനായിട്ട് മാത്രം വരുന്നവരുണ്ട്. കൂടെ സഹായിക്കാൻ എത്തിച്ചേരുന്നവരുണ്ട്. അങ്ങനെ പങ്കെടുക്കുന്ന എല്ലാവർക്കും എമാവുസിൽ കർത്താവ് കൂടെ പോയ വലിയ അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടവരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. നടത്തിപ്പ് ഇവിടെ നിന്നുള്ള ഓരോ നിമിഷവും കർത്താവ് അനുഗ്രഹം ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. നടക്കുന്ന ഓരോ വ്യക്തികൾക്ക് ശാരീരികവും മാനസികമായും ദൈവം കൂടെയുണ്ടെന്ന് അമ്മയുടെ സാന്നിധ്യം സുഗന്ധാഭിഷേകമായും കൂടെ നടക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണം പോലും സംഭവിക്കത്തക്ക വിധ അനുഗ്രഹത്തോടും അനുഭവത്തോടെ നാനാജാതി മതസ്ഥർ ദൈവത്തിൻ്റെ മക്കളായി ഒരുമിച്ച് ഇങ്ങനെ വിശ്വാസം പ്രഖ്യാപിച്ച് വിശ്വാസം പ്രയോഗിച്ച് മനസ്സിലും ആഴത്തിൽ ദൈവത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ നിമിഷങ്ങളൊക്കെയും അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാകാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഉടമ്പടി ഒരു ജീവിതയാത്രയാണ്. ദൈവത്തെ മുറുകെ പിടിക്കുവാനായിട്ട് ഉടമ്പടി പഠിപ്പിക്കുന്ന ഈ ജീവിതയാത്രയിൽ കർത്താവ് ഇടയനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. നയിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സമർപ്പിക്കുന്നു. ഒപ്പം അഭിവന്യ പിതാക്കന്മാരെ സമർപ്പിക്കുന്നു. അവിടെ അർപ്പിക്കപ്പെടുന്ന ബലിയിൽ അർപ്പിക്കപ്പെടുമ്പോഴും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുമ്പോഴും എല്ലാം അനേകർക്ക് ദൈവാനുഭവം നൽകപ്പെടുന്ന അനുഭവം ഉണ്ടാകുവാനായിട്ട് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗായക ശുശ്രൂഷ ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. അണിയറയിൽ പ്രവർത്തിക്കുന്ന കൃപാസനത്തിൻ്റെ എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തിക്കുന്നു. ഇതേ സമയം തന്നെ ലോകമെമ്പാടും നടക്കുന്ന കൃപാസനത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള അനേകം ജപമാല റാലികളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. സഭയുടെ ശാക്തീകരണത്തിനും വിശുദ്ധീകരണത്തിനും ലോകങ്ങളുടെ ധാരണയ്ക്കും നമ്മുടെ വ്യക്തിപരമായി ഉടമ്പടി എടുത്തുപോയ എല്ലാ നിയോഗങ്ങളുടെ മേലും അമ്മയൊരു തീരുമാനമെടുക്കുവാൻ, അമ്മ സാന്നിധ്യം അറിയിക്കുവാൻ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മുടെ ഇടയനാണ്, അവൻ നമ്മളെ നടത്തും. അങ്ങനെ വലിയൊരു അനുഭവം, കർത്താവ് നയിക്കപ്പെടുന്ന അനുഭവം പ്രദാനം ചെയ്യുന്ന, ജീവിതത്തിൽ എന്നും നമ്മുടെ ആസ്തിയിലേക്ക് ചേർത്ത് വെക്കാൻ, ജീവിതത്തിൽ എന്ത് പ്രാർത്ഥിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് പുണ്യാളൻ്റെ നടയിലേക്ക് നടന്ന ജപമാല അതെൻ്റെ ജീവിതത്തിൽ എന്നും വലിയൊരു അനുഭവമായിട്ട് മാറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് ഇടയനാണ് എന്നുള്ള ഈരടികളെ ഏറ്റുപാടി കർത്താവ് എന്നെ നയിക്കുമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് പങ്കെടുക്കുന്ന ഓരോ വ്യക്തികൾക്കും അവിടെ ചെന്നെത്തുമ്പോൾ അവിടെ നമ്മളെ സഹായിക്കുന്ന അർത്തിങ്കൽ ബസിലിക്കയിലെ പുരോഹിതരെയും ശുശ്രൂഷകരെയും സമർപ്പിതരെയും അങ്ങനെ അറിഞ്ഞും തെളിഞ്ഞും ഞങ്ങളെ സഹായിക്കുന്ന ഓരോരുത്തർക്കും അമ്മ മാതാവ് വലിയ കൃപയുടെ കൂടാരം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവെ അങ്ങ് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഇടയൻ എന്ന ഈരടികൾ ഇപ്പോൾ ഏറ്റുപാടാം. എന്നെ നടത്തും എന്റെ ഉള്ളം കലങ്ങുകില്ല, എന്റെ എന്നെ നടത്തും എന്റെ ഉള്ളം കലങ്ങുകില്ല, എന്റെ പരിപാലകൻ തെല്ലുമുറങ്ങുകില്ല, എന്റെ ദൈവം കൂടെയുള്ളപ്പോൾ എന്തിനേറെ കരഞ്ഞിടണം, നൊന്തു നീറി കരഞ്ഞിടണം, എന്റെ ഇടയൻ എന്നെ നടത്തും എന്റെ ഉള്ളം കലങ്ങുകില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ മനോഹരമായ 2 പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാവശ്യത്തെ സാക്ഷ്യത്തിലെ 2 പ്രാർത്ഥനകളുണ്ട്. വളരെ മനോഹരമായ പ്രാർത്ഥന. ഭർത്താവും ഭാര്യയും കൂടിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. 2 നോൺ ക്രിസ്ത്യൻസാണ്. നിഷ ആലുവ അവരുടെ ഹസ്ബൻഡുമാണ്. അവിടെ എനിക്ക് ആ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ഇവർ രണ്ടുപേരും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണ്.
അതിൻ്റെ ഉള്ളടക്കം ഭയങ്കര പോഷിതമായിട്ടുള്ളതാണ്. എന്താ പ്രാർത്ഥിക്കുന്നത് വെച്ചാൽ, ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഹസ്ബൻഡിന് വിശ്വാസമില്ല, ഒന്നിലും വിശ്വാസമില്ല. അതാണ് സംഭവം. അങ്ങനെയൊക്കെ ഒന്നിലും വിശ്വാസമില്ല. വൈഫിന് വിശ്വാസമുണ്ട്. അപ്പോൾ ഒരു ദിവസം അപ്പന് അസുഖം വന്നപ്പോൾ വൈഫ്, അവർ നേഴ്സാണ്, പ്രൊഫഷണൽ നേഴ്സാണ്. ഹസ്ബൻഡിനോട് പറഞ്ഞു, അപ്പൻ്റെ അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൻ 84 വയസ്സുള്ള പ്രായമുള്ള ആളാണ്, രോഗിയാണ്. ഭയങ്കര ഈ സോറിയാസിസ് പോലെ മുതുക് മുഴുവനും ഇങ്ങനെ പഴുത്ത് അഴുകുകയാണ്. അപ്പോൾ എല്ലാവരും ബന്ധുക്കളൊക്കെ വന്ന് കണ്ടിട്ട് പറയണത് അപ്പം പെട്ടെന്ന് പോകുമെന്ന് പറയണം. എല്ലാവരും അങ്ങനെയാണ് പറയണത്, അപ്പം പെട്ടെന്ന് പോകും. അപ്പോൾ ഹസ്ബൻഡ് വൈഫിനെ വിളിച്ച് പറയും, എടി ഇനി മണിക്കൂറുകളേ ഉള്ളൂ, അപ്പം പെട്ടെന്ന് പോകും എന്നാണ് എല്ലാവരും പറയണമെന്ന് പറഞ്ഞു. അപ്പം നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ശ്വാസം കിട്ടണില്ല, പരമസാണ്. വൈഫ് പെട്ടെന്ന് പറയണത്, നിഷ പെട്ടെന്ന് പറയണത്, നിങ്ങൾ ആ ഉടമ്പടി തൈലം എടുത്ത് അപ്പൻ്റെ മുതുകിൽ പെരട്ടാൻ പറയും. അപ്പം നേരത്തെ ഇതുപോലെ പറയുമ്പോൾ വൈഫ് പറയുമ്പോൾ ഈ ഹസ്ബൻഡ് പറയും, നീ ഒരു നേഴ്സല്ലേ, നീ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. ഇത് നിൻ്റെ പ്രൊഫഷനിൽ നീ സയൻറ്റിഫിക്കായിട്ട് ഹീലിംഗ് പഠിച്ചിട്ടുള്ള ആളാണ്, പിന്നെ നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കണം നീ. അപ്പോൾ അദ്ദേഹം അവരുടെ വർത്തമാനത്തെ തടയും. പക്ഷേ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. ഇപ്പോൾ ഈ അപ്പൻ്റെ വിഷയത്തിൽ മരുന്നിനൊന്നും ചെയ്യാനില്ല, അതാണ് വിഷയം. നമുക്കറിയാമല്ലോ, ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. നിങ്ങൾ എത്ര അടുപ്പമുള്ളവരായാലും നമ്മളുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ആർക്കും നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ ഇപ്പോൾ ഹസ്ബൻഡ് മനസ്സിലായി, ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളെല്ലാവരും ഒരു ഓപ്ഷൻ ഇല്ലാത്ത, ഇനിയൊരു തിരഞ്ഞെടുപ്പ് സാധ്യമല്ലാത്ത, തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഇലക്ഷനല്ലേ, നമ്മുടെ ജീവിതത്തിന് ഒരു പോകുംവഴിക്ക് വേറൊരു മാർഗമില്ലാതെ വരുന്നൊരവസ്ഥ എല്ലായിടവും. നമ്മളിത് അത് വരും എന്ന് ഉറപ്പാണ്. അത് എപ്പോൾ വരുമെന്ന് നമുക്കറിയത്തില്ല. എത്ര വലിയ മനുഷ്യരായാലും എത്ര കപ്പാസിറ്റി ഉള്ളവരായാലും ഒരു ഹവർ നമുക്ക് എല്ലാം നിസ്സഹായമായ ഒരവസ്ഥ. അപ്പൻ്റെ അവസ്ഥ ഇതാണ്. പണ്ട് നീ ഒരു നേഴ്സല്ലേ എന്ന് ചോദിച്ച ഹസ്ബൻഡ് ഇപ്പോൾ ചോദിക്കുന്നില്ല. അയാൾ ആ വിശ്വാസ പ്രമാണം നോക്കിയിട്ട് അത് നോക്കി ചെല്ലി അപ്പൻ്റെ മുതുകത്തി ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കും. അപ്പോൾ പിറ്റേ ദിവസം അങ്ങനെ ഒരു സംഭവം ആ മുതുകത്തില്ലാത്ത രീതിയിൽ അപ്പൻ, അമ്മ, പരിശുദ്ധ അമ്മ ഹീലാക്കി കൊടുക്കും. അപ്പോൾ അദ്ദേഹം അപ്പോൾ വിശ്വാസത്തിൽ വരും. വിഷയം അതല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ രീതിയാണ്. പിന്നീട് പെട്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞ് അപ്പം കിടന്ന് ആൾക്കാർ പൊക്കി കോരിയെടുത്താൽ മാത്രമേ അപ്പനെ കൊണ്ടുപോയി എവിടെയെങ്കിലും കട്ടിൽ കിടത്താൻ പറ്റത്തുള്ളൂ. ആ അപ്പൻ നടന്ന ആംബുലൻസിൽ കയറി. പക്ഷേ ഡോക്ടർ പറഞ്ഞ് ക്യാൻസർ ഉണ്ട് എന്ന് പറഞ്ഞു. ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണ് ഒരു കഷണം. അത് ഉള്ളിലാണ്, അത് ഇത് രോഗമല്ല, മാതാവ് സുഖപ്പെടുത്തിയ രോഗമല്ല, വേറെ രോഗം അപ്പനുണ്ട്. അത് ബയോപ്സിക്ക് വിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതോടുകൂടി ഈ മനുഷ്യൻ വിറച്ചുപോയി. ഈ മനുഷ്യൻ നേരെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഇവിടെ നിന്ന് വെച്ച്, നിങ്ങൾക്കറിയാമല്ലോ കുറേ പേര് അങ്ങനെ കുറേ മനുഷ്യരുണ്ട്, രാവിലെ ഇങ്ങോട്ട് വരും, മാതാവിനെ നോക്കിക്കൊണ്ട് മണിക്കൂറോളം നിൽക്കും. അപ്പോൾ ഈ മനുഷ്യൻ ഇവിടെ വന്നിച്ച് മാതാവിനോട് പറയുന്നൊരു പ്രാർത്ഥന ഉണ്ട്. അതാണ് എൻ്റെ പോയിൻ്റ്. മനുഷ്യൻ, അമ്മേ, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പോകാൻ നേരത്താണ് ഇപ്പോൾ അപ്പന് ഈ രോഗം വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ ഇത് സുഖപ്പെടുത്തിയേ മതിയാകത്തുള്ളെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കാർക്കശ്യം പോലെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതാണ്, ഈ സമയത്ത് മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. അതായത് അപ്പോൾ കുറച്ച് ടോൺ മാറി. എന്താണ്, അവരെല്ലാം ഒരുക്കി പോകാൻ നേരത്തിലാണ് അപ്പന് ക്യാൻസർ ആണെന്ന് പറയണത്. അപ്പോൾ ആ മനുഷ്യൻ നേരെ വന്ന് മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. എന്താണ് പറയണത്, ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ ആ ഒരു കണ്ടൻറ്റ് വയസ്സ് കണ്ട എന്താണ് പറഞ്ഞത്, അയാൾ എന്താ പറഞ്ഞത്, മാതാവേ ഈ സമയത്ത് പരീക്ഷിക്കരുത്. നമ്മൾക്ക് ഇത്രയും ഇൻറ്റിമേറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയണം. ഇതൊരു ഇൻറ്റിമസിയാണ്. ഇൻറ്റിമസി ഉള്ളവർക്ക്
അമിതമായ വിശ്വാസമുള്ളവർക്ക് വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ടി വരത്തില്ല. വല്ലതും പ്രാർത്ഥിച്ചാൽ മതി. ആ പ്രാർത്ഥന എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. ഇനി ഇദ്ദേഹത്തിൻ്റെ വൈഫ് നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത്, ഇവൾക്ക് സൗദി നേഴ്സാണ്. സൗദിയിൽ നിന്ന് ട്രാൻസ്ഫറായി വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ആൾ സ്വയം ടെർമിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. പക്ഷേ വിസ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര സ്ലോയാണ്. പല തരത്തിലുള്ള ഓരോ ഏടാകൂടങ്ങൾ വരികയാണ്. പക്ഷേ എന്നിട്ടും മാതാവ് ഈ നിഷയുടെ ഉടമ്പടി ഹോണർ ചെയ്തിട്ട് ഇവള് പറയും, നിഷ പറയുന്നുണ്ട് ആ സാക്ഷ്യത്തിൽ, എനിക്ക് മനസ്സിലാവണില്ല, ആരോ എൻ്റെ കൂടെ നിന്ന് ഓരോ ഫയലും നീക്കണ പോലെ എനിക്ക് തോന്നണുണ്ടെന്ന്. അതിപ്പോൾ ഈ നിഷയുടെ മാത്രം ഹസ്ബൻഡല്ല, എക്സ്പീരിയൻസ് അല്ല. ഇപ്പോൾ എല്ലാ ദിവസങ്ങളിലും ആൾക്കാർ ഇത് പറയുന്നുണ്ട്, ആരോ എൻ്റെ കൂടെ ഉണ്ട്. ഉടമ്പടി എടുത്തപ്പോൾ മുതൽ തോന്നി ആരോ എൻ്റെ കൂടെയുണ്ട്. പ്രസൻസാണത്. ഈ പ്രസൻസ് സെൻസ് ചെയ്യുന്ന ആൾക്കാർ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് വിശുദ്ധിയോടെ ജീവിക്കണം. ചുമ്മാ ഞാൻ പറയണ പോലെ പോലും കേരളസ് വർത്തമാനങ്ങൾ പറയരുത്. ഞാനിങ്ങനെ കേരളസ് വർത്തമാനങ്ങൾ പറയില്ല, ചില സമയത്ത് നാടൻ വർത്തമാനങ്ങൾ പറയത്തില്ലേ. അപ്പോൾ അത് എൻ്റെ മനസ്സ് ഈശോക്ക് അറിയാവുന്ന കാരണം എനിക്ക് പ്രശ്നമില്ല. നിങ്ങൾ നാടൻ വർത്തമാനം കയറി പറയരുത്. കാര്യം നിങ്ങളത് പറയാത്ത ആൾക്കാരാണ്. അച്ഛൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വെറുപ്പോ അതല്ലെങ്കിൽ വൈരാഗ്യമോ ഈർച്ചയോ നിരാശമോ അല്ലെങ്കിൽ നിരാശയോ ഒന്നും ഉണ്ടാകരുത്. എനിക്കതൊന്നും ഇല്ലാതെയാണ് ഞാൻ അത് പറയണത്. ആ നെഗറ്റീവ് ഫീലിങ്സ് ഇല്ലാതെയാണ് അത് അതുകൊണ്ടാണ്. എന്താ വെച്ചാൽ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ വിശുദ്ധി പാലിക്കുന്നതിൻ്റെ കാരണങ്ങളൊന്ന് ഈ പ്രസൻസാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ. അത് പ്രോമിസിലുള്ളതല്ലേ. ആ പ്രോമിസ് ദൈവം പാലിക്കും. അപ്പം ഞാനെന്താ നിങ്ങളോട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ പ്രസൻസ് ഉള്ളത് കാരണം കെയർലെസ് ആയിട്ട് പോകരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. അതാണ് നിഷ പറയണത്. എൻ്റെ ഓരോ ഫയലും കൂട്ടുകാർക്ക് ആർക്കും വരണില്ല. കൂട്ടുകാരുടെ ആരുടെ ഫയൽ ഇപ്പം തന്നെ നിഷ കഴിഞ്ഞ ദിവസം വേറെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഒരു 22 വയസ്സുകാരൻ, എന്നാ അയാളുടെ പേര്, 22 വയസ്സേ ആ പയ്യൻസിനുള്ളത്. പക്ഷേ നല്ല ഒരു സാക്ഷ്യമാണ്. അത് 22 വയസ്സെന്ന് പറയുമ്പോൾ അവന് ജർമ്മനി പോകാനാണ്. അതായത് ജർമ്മനി പോകാൻ വേണ്ടി ആദർശിൻ്റെ സാക്ഷ്യം അത് നിങ്ങളൊന്ന് കേൾക്കണം കേട്ടോ. 22 വയസ്സേ പയ്യൻസിനുള്ളൂ, പക്ഷേ സൂപ്പർ സാക്ഷ്യം. അത് അവൻ പറഞ്ഞു, ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്കൊന്നും പങ്കെടുക്കത്തില്ല, പള്ളിയിലൊന്നും പോകത്തില്ല, പോയാൽ തന്നെ അവസാനമേ കുർബാന എല്ലാം തീരാൻ നേരത്തെ ചെല്ലത്തുള്ളൂ. നീ കുർബാന എല്ലാം കുടുംബ പ്രാർത്ഥനയ്ക്ക് പങ്കെടുക്കത്തില്ല. കുടുംബ പ്രാർത്ഥന സമയമാകുമ്പോൾ ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിച്ചൊക്കെ ഇരിക്കും. എൻ്റെ കുർബാന ഭക്ഷണ സമയത്ത് വരത്തുള്ളൂ. അങ്ങനെ എൻ്റെ ഒരു കെയർലെസ് ലൈഫായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ ആരോ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നിയെന്ന്. അതാണ് ഇത് പ്രസൻസാണ്. ആരോ എൻ്റെ കൂടെ ഉള്ളത്. എന്നിട്ട് ഈ കൂട്ടുകാരുടെ എല്ലാം ഫയൽസൊന്നും ഓപ്പൺ ആകാതിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ പ്രൊസീഡിങ്സ് ബ്ലോക്ക് ആകുമ്പോഴും ഇവൻ്റെ പ്രൊസീഡിങ്സ് കറക്റ്റ് ചെയ്ത് പോകും. എക്സാമിന് ചെല്ലുമ്പോൾ രസമുണ്ട്. എക്സാം ചെല്ലുമ്പോൾ ഈ ജർമ്മൻ എക്സാമാണ്. ജർമ്മൻ എക്സാം പകുതി പറഞ്ഞപ്പോൾ തന്നെ വൈവ സ്പീക്കിങ്ങിൻ്റെ പകുതി പറഞ്ഞപ്പോൾ തന്നെ എക്സാം ചെയ്യുന്ന ആളെ പറഞ്ഞ് എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താ കാര്യം, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എഴുന്നേറ്റ് പോയിക്കൊള്ളാൻ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ എഴുതി വെച്ചാൽ അയാൾ നോക്കണമില്ല. അതായത് എഴുതിയ ആളിൻ്റെ എൻ്റെ അടുത്തിരുന്ന് എഴുതിയ ആളിൻ്റെ കണ്ടീഷനുമാണ് ഓരോ ഇൻഡാസവനതേ. എൻ്റെ അടുത്തിരുന്ന് എഴുതിയാലിൻ്റെ കണ്ടീഷനുമായത് കാരണം അവൻ്റെ അടുത്തിരുന്ന ഞാൻ എഴുതിയത്. അതുകൊണ്ട് എൻ്റെ പേപ്പറിനും നോക്കിയാൽ വൈറസ് കയറുമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എൻ്റെ പേപ്പർ നോക്കിയില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ വയോയും പോയി, എൻ്റെ റൈറ്റിങ്ങും പോയി. ഞാൻ പിന്നെ എന്നാ ചെയ്യാനാണ്. പക്ഷേ രാത്രിയായപ്പോൾ മെസ്സേജ് വന്നു, നീ പാസ്സായെന്ന്. നമ്മളെ വല്ലാതെ ഞെട്ടിച്ചുകൊണ്ടാണ് ഈ ഉടമ്പടി പോണത്. അപ്പോൾ ഈ 22 വയസ്സുകാരൻ, പള്ളി കയറാത്തവൻ, കുടുംബപ്രാർത്ഥനയ്ക്ക് ഇറങ്ങിപ്പോകുന്നവൻ, എങ്ങനെയാണ് ദൈവം അവൻ്റെ ഒരു വിഷയത്തിൽ ഇടപെടണത്. എന്നിട്ട് ഇപ്പോൾ അവൻ പറയാണ്, ഞാൻ എൻ്റെ ഉടമ്പടിയല്ല എൻ്റെ ജീവിത പ്രശ്നമല്ല പ്രശ്നം, ഏറ്റവും വലുത് ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചെന്ന് പറയണം. ഉടമ്പടി എന്നെ ദൈവത്തോട് അടുപ്പിച്ചോ. ഞാൻ എന്താ ഇപ്പം നിങ്ങളോട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ചുകൂടി ദൈവത്തോട് അടുക്കണം. കാര്യം ഉടമ്പടിയുടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിത പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നത്തെ ബേസ് ചെയ്താണ് ഉടമ്പടിയിൽ നിങ്ങൾ ചരിക്കണമെങ്കിൽ അത് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്.
എൻ്റെ ഒരു നിർദ്ദേശം, ഒരു പ്രശ്നവും ഇല്ലാത്തപ്പോൾ മനുഷ്യനെ ഉടമ്പടി എടുക്കുമെന്നാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായ? ഇത് വളരെ സീരിയസ് വിഷയമാണ്. ഉടമ്പടി എടുക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാകാൻ കാത്തിരിക്കരുത്. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, ഞങ്ങൾ പിന്നെ ഇതിനെ ഉടമ്പടി എടുക്കണേ എന്ന് ചോദിക്കും. പ്രശ്നമുള്ളവരൊക്കെ പോയി എടുക്കുക, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലെന്ന് പറയും. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാത്തവരാണ് ഉടമ്പടി എടുക്കേണ്ടത് ആദ്യം. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇപ്പം നിഷ എന്താണ് അമ്മയോട് പറയണത്? അമ്മേ, നിഷയുടെ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താണ്? അമ്മേ, എന്നെ നീ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, ഐ നോ ഇറ്റ്. ഇപ്പം ഞാൻ തകർന്നിരിക്കുകയാണ്, എൻ്റെ റിജക്റ്റാകാൻ പോകുന്നു, പണവും എൻ്റെ കയ്യിലില്ല, എന്നെ അവിടെ എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. ഓ, എന്നാ രസമുള്ള പ്രാർത്ഥനയാണ്. എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണ്, പക്ഷെ ഞാനിപ്പോൾ ഫ്ലോപ്പിലാണ്. ഇനി എന്നെ ഇവിടം വരെ കൊണ്ടുവന്ന നീയാണെങ്കിൽ എന്നെ എത്തേണ്ടത് എത്തിക്കേണ്ട ചുമതല നിൻ്റെതാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 എല്ലാവർക്കും ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുവാൻ ഈ ആരാധനയിലൂടെ കൃപയാകട്ടെ. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചെയ്യും. എന്നെ കൊച്ചു ജീവിതത്തെ നിന്റെ മുൻപിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോട് കൈയടിച്ചുകൊണ്ട്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ലില്ലിക്കുട്ടി ലോനപ്പൻ. ഞാൻ കൊല്ലത്തുനിന്ന് പട്ടകടവ് ഇടവക അംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 7/6/18 നിങ്ങൾ വിചാരിക്കും, ഈ 18 ഉടമ്പടി എടുത്ത ആൾ ഇതെന്താ? എനിക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കാൻ എപ്പോഴെനിക്കൊരു പ്രയാസം വരുന്നോ, കൊറോണ സമയത്തായാലും ഞാൻ ഓടി വരും. എന്തോ എനിക്ക് അമ്മയോട് ചേർന്ന് നിൽക്കണം എന്നുള്ള എൻ്റെ ഒരു ജീവിത അഭിലാഷം കൊണ്ട് ഓടി വരും. ഞാനൊരു പെൻഷനറാണ്, ഒരു വിഡോയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം പത്രത്തിനകത്ത് ഈ പെൻഷനേഴ്സിനെ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ അഡ്വൈസറായിട്ട് എടുക്കുന്നതിന് വേണ്ടി ഒരു അഭിമുഖം നടന്നു. ആ അഭിമുഖത്തിൽ ഞാൻ പങ്കെടുത്തു, അതിൽ ഞാൻ വിജയിച്ചു. അപ്പം പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കാണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോഴാണ് അവർ പറഞ്ഞത്, രണ്ടാമത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് സ്കീമിൻ്റെ IRDA പാസ്സാകണമെന്ന്. ഞാൻ ഷഷ്ടിപൂർത്തി കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ ഞാൻ ഓൺലൈൻ എക്സാം ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ശ്രമിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ദിവസമില്ല, 15-ാം തീയതി 13-ാം തീയതി എനിക്ക് ഹാൾ ടിക്കറ്റ് വന്നു. എന്നിട്ട് അവർ പറഞ്ഞു ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെന്ന്. ഇതിവർ പറഞ്ഞത് പ്രകാരം എൻ്റെ കയ്യിൽ ഗൈഡോ ഒരു നോട്ടോ ഇല്ല. ഞാൻ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്തോ നോക്കി ഒരു 250-300 ക്വസ്റ്റ്യനൊക്കെ ഞാൻ പകൽ പഠിച്ചു. ഇത്രയും ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിച്ചായിരുന്നെങ്കിൽ കുറേ നല്ല തസ്തികയിലും കൂടെ കയറാം. കയറിയ തസ്തിക മോശമല്ല, എങ്കിൽ തന്നെ ഞാൻ പഠിക്കും. നേരം വെളുത്ത് ഞാൻ ആ പേപ്പറുകൾ നോക്കും, എനിക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ മോൻ്റെ ഭാര്യയും മോനും ആ വീട്ടിലുള്ളത്. ഞാൻ ആ പെങ്കൊച്ചുമായിട്ട് വലിയ സ്നേഹബന്ധമാണ്. അപ്പം ഞാൻ ആ കൊച്ചിനോട് ചോദിക്കും, മോളെ ഇതിൻ്റെ ഉത്തരം എന്താണ്? അപ്പോൾ അവൾ ക്ഷമയോടെ പറയും, അമ്മ ഇന്നലെ രാത്രി ഇത് വായിച്ചില്ലേ എന്ന് ചോദിച്ചു പറഞ്ഞു തരും. അപ്പം ഒരാൾ നമ്മൾ കേട്ട് പറയുന്നതിനേക്കാൾ നല്ലത് ഒരാൾ പറയുമ്പം എനിക്ക് മനസ്സിലാവുമല്ലോ എന്നോർത്ത്. അപ്പോൾ ഹാൾ ടിക്കറ്റുമായിട്ട് ഞാൻ എന്തായാലും 15-ാം തീയതി പരീക്ഷാ ഹാളിൽ കയറി. സാധാരണ 35 വയസ്സിന് താഴെയുള്ളവരുടെ സാക്ഷ്യമാണ് ഇവിടെ കേൾക്കുന്നത്. OET, IELTS ഒക്കെ എഴുതാൻ പോയത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തോ തോന്നിയാലും ശരി, ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓൺലൈൻ എക്സാമാണ്. അപ്പോൾ ഓൺലൈൻ എക്സാം ഒന്നും ഞാൻ എഴുതിയിട്ടില്ല. ഞങ്ങളുടെ കാലത്തെല്ലാം PSC ഒക്കെ എഴുതുന്നത് അല്ലാതെ റിട്ടേൺ ടെസ്റ്റാണ്. ഞാൻ എൻ്റെ മെഡലങ്ങ് കേടായി പോയായിരുന്നു. അപ്പം ഞാൻ ആ കേടായ മെഡലും ഒക്കെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ അവിടെ രജിസ്റ്ററിനകത്ത് ഒപ്പിടാൻ ചെന്നപ്പോഴേ എൻ്റെ വിരലിൻ്റെ അടിയിൽ ഞാൻ ഇങ്ങനെ മടക്കി എൻ്റെ മെഡൽ വെച്ചു. ഞാൻ ആ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ചെന്നപ്പം പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ അറിവിൽ വളരെ ശിശുവാണ്, കമ്പ്യൂട്ടറിൽ വളരെ ശിശുവാണ്. ഞാൻ ഉണ്ണി യേശുവിനെ കൊണ്ടുവന്ന് എൻ്റെ കയ്യെ അമ്മ മൗസിൽ പിടിപ്പിക്കണം, എന്നിട്ട് അമ്മ ചെന്ന് ആ കർസറിനകത്ത് വെച്ച് അമ്മ ക്ലിക്ക് ചെയ്യണം. എനിക്കല്ലാതെ ഓർമ്മശക്തി ഇല്ല എന്നുള്ളത് അമ്മയ്ക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ആ ഹാളിൽ കയറി 1 മിനിറ്റ് കൊണ്ട് ഞാൻ അത് തന്നെ പറഞ്ഞു. ഉണ്ണിയേശുവിന് അമ്മയായിട്ട് വന്നിട്ട് എൻ്റെ കൈ പിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ടെസ്റ്റ് എഴുതി, അമ്മ എഴുതിച്ചു, ഞാനത് പാസ്സായി. അപ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം തോന്നുന്നു. അന്നേരം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, എന്നെ സാക്ഷിയാക്കണം, എനിക്കിത് സാക്ഷ്യം പറയാനിടയാക്കണം. അതിനുവേണ്ടിയാണ് ഞാനിന്ന് പുതുക്കാനും ഇത് സാക്ഷ്യം പറയാനും വന്നത്. എനിക്ക് കൃപ തന്ന പരിശുദ്ധ അമ്മയ്ക്കും യേശുവിനും കോടാനുകോടി നന്ദി. ഇനിയും എന്നെ ഈ വേദിയിൽ നിർത്താൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ യാചിക്കുന്നു. ഇനി എനിക്ക് അപേക്ഷ സാധിക്കാനുണ്ട്. നിങ്ങൾ ഓരോരുത്തരും
എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഇതുപോലെ പരീക്ഷ എഴുതി വന്ന് സാക്ഷ്യം പറയാമെങ്കിൽ നിങ്ങളെല്ലാവരും ശ്രമിച്ചാലേ, കൊച്ചുമക്കളോടും പറയും, പരിശുദ്ധ അമ്മയുടെ കയ്യിൽ പിടിച്ചാലേ നമുക്ക് ഏതു കാര്യവും നിഷ്പ്രയാസം നടക്കും എന്നുള്ളതിന് തെളിവായി ലൂക്കാ 1:37 പറയുന്നല്ലോ, ദൈവത്തിന് അസാധ്യമായി വല്ലതുമുണ്ടോ, അതാണ് എന്നിൽ സംഭവിച്ചത്. യേശുവേ നന്ദി, സ്തുതി, ആരാധന.